أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين جاءوا بالإفك عصبة منكم لا تحسبوه شرا لكم بل هو خير لكم لكل امرئ منهم ما اكتسب من الإثم والذي تولى كبره منهم له عذاب عظيم. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1157 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 24-ാമത്തെ അധ്യായമായ സൂറത്തുൻ നൂറിലെ 11-ാമത്തെ ആയത്തിൻ്റെ 2-ാം ദിവസ തുടർച്ചയാണിന്ന്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും ലികുല്ലി ഇംരിഇൻ മിൻഹും മക്തസബ മിനൽ ഇസ്മി والذي تولى كبره منهم له عذاب عظيم. صدق الله العلي العظيم. സൂറത്തുൻ നൂറിലെ 11-ാമത്തെ ആയത്താണ് ഞാൻ വീണ്ടും നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ ആയത്തിന്റെ പ്രാഥമികമായ ഒരു വായനയും വിശദീകരണവും ഒക്കെ നമ്മൾ ഇന്നലെ നടത്തുകയുണ്ടായി. ചില വിശദാംശങ്ങൾ കൂടി പങ്കുവെക്കേണ്ടതുള്ളത് കൊണ്ടാണ് രണ്ടാമതൊരു ദിവസം ഈ ആയത്ത് ചർച്ചക്ക് പരിഗണിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹയെ പരാമർശിച്ചുകൊണ്ടുള്ള വ്യഭിചാര ആരോപണം മദീനയിൽ പടർന്നു പിടിച്ച ഏകദേശം ഒരു മാസം പിന്നിട്ട ഒരു ഘട്ടത്തിലാണ് ഈ ആയത്ത് മുതൽ 20-ാമത്തെ ആയത്ത് ഉൾപ്പെടെയുള്ള അതുവരെയുള്ള ഭാഗം അവതരിക്കുകയുണ്ടായത് എന്ന് ഇന്നലെ നമ്മൾ വിശദമായിട്ട് കേട്ട ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. സൂറത്തുൻ നൂറിൽ പ്രതിപാദിക്കപ്പെടുന്ന മുഖ്യമായ വിഷയം ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഉന്നയിക്കപ്പെട്ട ഖദ്ഫുമായി ബന്ധപ്പെട്ട ഇഫ്കുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിന്റെ മുന്നോടിയായിട്ട് വ്യഭിചാരത്തെക്കുറിച്ചും വ്യഭിചാരിണികളെയും വ്യഭിചാരിയെയും ഒക്കെ ശിക്ഷിക്കേണ്ടതിന്റെ കാര്യം പറഞ്ഞതിന് ശേഷം വ്യഭിചാര ആരോപണം നടത്തുന്നതിന്റെ ഗൗരവം ചൂണ്ടിക്കാണിക്കുകയും അതുപോലെ ഭാര്യമാരെ കുറിച്ച് സ്വന്തം ഇണകളെ കുറിച്ച് വ്യഭിചാര ആരോപണം നടത്തിയിട്ട് സാക്ഷികളായിട്ട് തങ്ങളല്ലാത്ത വേറെ ആരെയും കൊണ്ടുവരാനില്ലാത്ത ആളുകൾ എന്ത് ചെയ്യണം എന്ന നിർദ്ദേശമൊക്കെ നൽകപ്പെട്ടതിന് ശേഷമാണ് ഈ വിഷയത്തിലേക്ക് വരുന്നത് എന്ന് നമ്മൾ കാണുകയുണ്ടായി. ഈ ആയത്ത് അതിൻ്റെ സൂക്ഷ്മമായ തലങ്ങളിൽ തന്നെ അത് വായിക്കുമ്പോൾ നമുക്ക് ആ വിഷയം എത്ര ഗൗരവത്തിലും എത്ര സൂക്ഷ്മമായിട്ടുമാണ് കൈകാര്യം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തുൻ മിൻകും, നിശ്ചയമായിട്ടും ഈ അപവാദം കെട്ടിച്ചമച്ചുണ്ടാക്കിയിട്ടുള്ള ആളുകൾ നിങ്ങളിൽ തന്നെ പെട്ട ഒരു പിടി ആളുകളാണ്, ഒരു സംഘമാണ്. അത് ലാ തഹ്സബൂഹു ശർറൻ ലക്കും, അത് നിങ്ങൾക്ക് ദ്രോഹകരമാണ് എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. അത് വലിയ വിനയായിപ്പോയി, വലിയ ഷർറായിപ്പോയി എന്ന് കരുതണ്ട. ബൽ ഹുവ ഖൈറുൻ ലക്കും, അങ്ങനെ ഒരു സംഭവം അരങ്ങേറിയത് നിങ്ങൾക്കൊക്കെ ഗുണമാണ് എന്നാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്.
ലികുല്ലി ഇംറിഇൻ മിൻഹും മക്തസബ മിനൽ ഇസ്മ. ഈ അപവാദ പ്രചാരണത്തില് എത്രത്തോളം ഓരോരുത്തരും പങ്കാളിയായിട്ടുണ്ടോ അത്രത്തോളമാണ് അതിന്റെ കുറ്റം അവര് പേറുന്നത്, ഓരോരുത്തരും തന്നെ. അതിന്റെ വല്ലദീ തവല്ലാ കിബ്റഹു മിൻഹും, അതിന്റെ ഏറ്റവും മുഖ്യമായ പങ്ക് ആരാണോ ചെയ്തത്, ഏറ്റെടുത്തത്, അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് അപവാദ പ്രചരണം കൊഴുപ്പിച്ചത് ആരാണോ, അതിന്റെ മുഖ്യ പങ്ക് വഹിച്ച ആളാരാണോ, അയാൾക്ക് ലഹു അദാബുൻ അലീം, അതികഠിനമായ അതിഭയങ്കരമായ ശിക്ഷയുണ്ട് എന്നാണ് അല്ലാഹുവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇതിൽ കൂടുതൽ വിശദാംശത്തിലേക്ക് പോകുന്നതിന്റെ മുമ്പ് തന്നെ ആരെക്കുറിച്ചാണ് ഈ അപവാദം പ്രചരിച്ചത് എന്ന് പോലും സൂചിപ്പിക്കുന്നതിന്റെ മുമ്പ് തന്നെ അത് അടിസ്ഥാനരഹിതമായ വ്യാജമായ ആരോപണമാണ് എന്ന കാര്യമാണ് ഖുർആൻ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്ക് എന്നാണ് പറഞ്ഞത്. ഇഫ്ക് എന്ന് പറഞ്ഞാൽ കള്ളം, വ്യാജം, അടിസ്ഥാനരഹിതമായ ആരോപണം എന്നൊക്കെയാണ് അർത്ഥം. മാത്രമല്ല അതിലെ കുറ്റവാളികളായ ആളുകളെ പിൻ പോയിന്റ് ചെയ്തുകൊണ്ട് അള്ളാഹു അവരൊക്കെയും അതിന്റെ പാപം ഏറ്റുവാങ്ങുന്നവരായിരിക്കും. അതിന് മുഖ്യ പങ്ക് വഹിച്ച ആൾക്ക് തീർച്ചയായിട്ടും കഠിനമായ വളരെ ഭയങ്കരമായ ശിക്ഷയുണ്ട് എന്നും പറഞ്ഞു വെക്കുകയാണല്ലോ. അപ്പൊ ഈ സംഭവത്തിലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിശദാംശങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. സഫ്വാൻ ഇബ്നു മുഅത്തൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു സഹാബിയെയാണ് ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഇവിടെ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു നന്മയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ തനിച്ചായി പോവുകയും മദീനയിൽ എത്താൻ വഴിയില്ലാതെ വഴിയരികില് നേരത്തെ അവര് തമ്പടിച്ചിരുന്നിടത്ത് ആരെങ്കിലൊക്കെ വന്ന് രക്ഷപ്പെടുത്തും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ കാത്തു നിൽക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് വൈകി ഉണർന്ന് എണീറ്റ് സംഘത്തോടൊപ്പം എത്താൻ വേണ്ടി ധൃതിയിൽ പോവുകയായിരുന്ന സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു അവരെ കാണാനിടയാകുന്നതും ഹിജാബിന്റെ ആയത്ത് സൂറത്തുൽ അഹ്സാബിൽ അവതരിക്കുന്നതിന് മുമ്പ് തന്നെ ആയിഷയെ കണ്ട് മുഖപരിചയമുണ്ട് അദ്ദേഹത്തിന് എന്നതുകൊണ്ട് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റി എന്നതും, അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പത്നിയാണല്ലോ ഇവിടെ തനിച്ചായി പോയിരിക്കുന്നത് എന്ന് ഞെട്ടലോടുകൂടി പറഞ്ഞുകൊണ്ട് അവർക്ക് കയറിയിരിക്കാൻ ഒട്ടകത്തെ മുട്ടുകുത്തിച്ച് നിർത്തി കൊടുക്കുകയും അവര് ഒട്ടകത്തിൽ കയറിയതിനെ തുടർന്ന് അതിന്റെ കയറും പിടിച്ചുകൊണ്ട് മദീനയെ ലക്ഷ്യമാക്കി അവര് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഉച്ചയ്ക്ക് മുമ്പായി തന്നെ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സംഘത്തോടും കൂടി എത്തിച്ചേരുന്നുണ്ട്. ഇതാണ് കഥ. പക്ഷെ ഇവര് മദീനയിൽ എത്തുന്നതിന് മുമ്പ് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും തങ്ങിയിരുന്ന അല്ലെങ്കിൽ എത്തിയിരുന്നിടത്ത് എത്തുമ്പോഴേക്ക് ഇവർ കടന്നു വരുന്നത് കണ്ട് വലിയ കല്ല് വെച്ച നുണയാണ് കപടവിശ്വാസികളുടെ നേതാവായ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് വിളിച്ചു പറയുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അത് എളുപ്പത്തില് വൈക്കോൽ കൂനക്ക് തീ കൊടുത്ത പോലെ എല്ലായിടത്തേക്കും അങ്ങ് പടർന്നു പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് സംഭവം. ഒരു മാസമാണ് ആ അവസ്ഥ നീണ്ടുപോയത്. ഏകദേശം ഒരു മാസം പിന്നിട്ട ആ കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ മാനസിക വ്യഥയുടെ മനോവിഷമത്തിന്റെ കാലമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞിരിക്കുകയായിരുന്നു. അവര് മാതാപിതാക്കളുടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലപ്പോഴും ഒന്ന് വന്ന് സുഖവിവരങ്ങള് മാതാപിതാക്കളോട് ചോദിച്ചു പോവുക മാത്രമായിരുന്നു ചെയ്തിരുന്നത്. നാട്ടില് ഈ അപവാദം അങ്ങനെ കൊഴുത്തുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇതായിരുന്നു അവസ്ഥ. ഒരു മാസം പിന്നിട്ട ഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ ദൂതൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്ന് അവരുടെ അരികെ ഇരുന്നിട്ട് ചോദിച്ചറിയുന്നത്. ഇങ്ങനെ ഒരു ആരോപണം നിന്നെ കുറിച്ച് ഉണ്ടായിട്ടുണ്ട്,
അതിൽ വല്ല വസ്തുതയും ഉണ്ടെങ്കിൽ നീ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങണം. അള്ളാഹു ഏറെ പുറത്തു കൊടുക്കുന്നവനാണ്. ഇനി അതിൽ വസ്തുതയൊന്നുമില്ല, നീ നിഷ്കളങ്കയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു നിന്റെ നിഷ്കളങ്കത വെളിപ്പെടുത്തുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ യാക്കൂബ് അലൈഹിസ്സലാം പറഞ്ഞ വാചകങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ, ഫസബുറുൻ ജമീൽ, സുന്ദരമായ ചന്തമാർന്ന സഹനം അവലംബിക്കുകയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനോട് പ്രതികരിക്കുകയുണ്ടായത്. അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് പുറംതിരിഞ്ഞ് നിൽക്കുമ്പോ അല്ലെങ്കിൽ തിരിഞ്ഞു കിടന്നപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖഭാവവും ശരീരത്തിന്റെ അവസ്ഥയിലൊക്കെ മാറ്റം ഉണ്ടാവുന്നതും വഹി വരുമ്പോഴുള്ള വിധത്തിലുള്ള ഒരു ചില ലക്ഷണങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലും മുഖത്തും ഒക്കെ കാണാനിടയാവുകയൊക്കെ ചെയ്യുന്നത്. അതിനെ തുടർന്നാണ് ഈ 5 ആയത്തുകൾ അവതരിക്കുകയുണ്ടായത്. ആയത്തുകളുടെ അവതരണം കഴിഞ്ഞ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സന്തോഷത്തില് ആയിഷ റളിയല്ലാഹു അൻഹയെ തനിക്ക് അവതരിച്ചു കിട്ടിയ ആയത്തുകളെ കുറിച്ച് പറയുകയും ആയിഷ റളിയല്ലാഹു അൻഹ കുറ്റാരോപിതയായിരുന്ന അവസ്ഥയിൽ അവരുടെ നിഷ്കളങ്കത വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ദൈവികമായ ആയാത്തുകൾ ഇറങ്ങിയിട്ടുള്ള കാര്യം പറയുകയൊക്കെ ചെയ്തു. അതിനെ തുടർന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹയോട് അവരുടെ ഉമ്മ പറയുന്നത്, നീ എണീറ്റ് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നന്ദി പറയണം എന്ന്. ആയിഷ റളിയല്ലാഹു അൻഹ ആ ഘട്ടത്തിൽ പറഞ്ഞത്, ഞാൻ അള്ളാഹുവിന്റെ ദൂതനോടോ നിങ്ങളോടോ പോലുമല്ല നന്ദി പറയുന്നത്. എന്റെ നിഷ്കളങ്കത തെളിയിച്ച, നിരപരാധിത്വം വെളിപ്പെടുത്തിയ അള്ളാഹുവിനാണ് ഞാൻ നന്ദി പറയുന്നത്. നിങ്ങളാരും എന്റെ മേൽ ഉന്നയിക്കപ്പെട്ട ആരോപണത്തെ നിഷേധിക്കുക പോലും ചെയ്തവരല്ലല്ലോ എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ വളരെ ഗൗരവപൂർവ്വം പറയുന്നത്. യഥാർത്ഥത്തിൽ ഏത് സമൂഹത്തിലെയും ഏത് വ്യക്തിയെയും സംബന്ധിച്ചിടത്തോളം അവരുടെ സദാചാരപരതയെ ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാവുന്നത് വളരെ ഹൃദയം നുറുക്കിക്കളയുന്ന, മനസ്സിനെ തകർത്ത് കളയുന്ന ഒരു അനുഭവമാണ്. അത് സമൂഹത്തിൽ വലിയ വിള്ളലും ഛിദ്രതയും അകൽച്ചയും കുടുംബപരമായ ശൈഥില്യവും ഒക്കെ സൃഷ്ടിക്കാൻ കാരണമാകുന്ന ഒരു വിഷയമാണ് എന്നതാണ് വസ്തുത. ആയിഷ റളിയല്ലാഹു അൻഹയും ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഈ ദുരാരോപണത്തിന്റെ വിഷയത്തിൽ ഓരോരുത്തരും എടുത്ത നിലപാടുകളുടെ കാര്യത്തില് മനസ്സുകൊണ്ട് ആ വിധത്തില് വിഷമം അനുഭവിച്ചിരുന്ന വലിയ മാനസികമായ പ്രയാസം നേരിട്ടിരുന്ന ആളായിരുന്നു എന്നത് ഈ വിവരണങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാവുന്നുണ്ട്. പല വ്യക്തിബന്ധങ്ങളിലും ചെറിയ തോതിലെങ്കിലുമുള്ള ഉലച്ചിലുണ്ടാവാൻ ഈ സംഭവത്തിനെ തുടർന്ന് ഓരോരുത്തരും നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ കാരണമായിട്ടുണ്ട് എന്നത് ചരിത്ര വസ്തുതകളാണ്. അപ്പോ യഥാർത്ഥത്തില് അള്ളാഹു ഇവിടെ ഒരു വലിയ പാഠം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കൂടിയിരുന്ന് ആളുകള് സൊറ പറയുന്ന കൂട്ടത്തില് വെടിവട്ടത്തിന്റെ ഭാഗമായി സംസാരിക്കാൻ പറ്റിയ ഒരു വിഷയമല്ല വ്യഭിചാര ആരോപണം. അത് ആരെങ്കിലും വ്യഭിചാര കുറ്റം ആരുടെയെങ്കിലും പേരിൽ ആരോപിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അതിന് തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ചെയ്യാൻ 4 സാക്ഷികളെ കൊണ്ടുവരാൻ കഴിയുന്നവരല്ലാത്ത ആരും അതിന് മുതിർന്നു പോകരുത് എന്നതാണ് ഇസ്ലാം ഇക്കാര്യത്തിൽ നൽകുന്ന നിർദ്ദേശം. നമ്മൾ സൂറത്തുൽ നൂറിന്റെ തുടക്കത്തിൽ അത് കാണുകയുണ്ടായി. അപ്പൊ ഈ വിഷയത്തില് ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ വിഷയത്തില് യഥാർത്ഥത്തിൽ ഈ വ്യാജ വാർത്ത അല്ലെങ്കിൽ ഈ അപവാദം പ്രചരിപ്പിക്കുന്നതില് ചില ആളുകള് നേരിട്ട് പങ്കാളികളായി എന്നാണ് ഹദീസുകളിൽ നിന്ന് വ്യക്തമാവുന്നത്. 5 പേരുകളാണ് ഇതില് ഹദീസുകളിൽ പരാമർശിക്കപ്പെട്ട് കാണുന്നത്. അതല്ലാത്ത പലരും അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു എന്ന നിലയ്ക്ക് പേരുകൾ പരാമർശിക്കാതെ തന്നെ അവരെ സൂചിപ്പിക്കുന്നത് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഈ 5 പേര് പരാമർശിക്കപ്പെട്ട 5 പേരില് 2 പേര് അബ്ദുല്ലാഹിബ്നു ഉബയ്യ് എന്ന മുനാഫിക്കുകളുടെ നേതാവാണ് ഒന്നാമൻ. രണ്ടാമത്തത് സെയ്ദ് ഇബ്നു റിഫാഅ എന്നു പേരുള്ള ഇദ്ദേഹവും
മുനാഫിഖ് സമൂഹത്തിന്റെ ഭാഗമായി നിലകൊണ്ടിരുന്ന ആളാണ്. റിഫാഅത്ത് ബിനു സെയ്ദ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഗമായി മാറിയ, എന്നാൽ മുനാഫിക്കുകളോട് ഒട്ടി നിന്നുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളായിട്ടാണ് ഇദ്ദേഹവും അറിയപ്പെടുന്നത്. അപ്പൊ ഈ 5 ആളുകളിൽ 2 പേര് മുനാഫിക്കുകളായിരുന്നു എന്നതാണ്. അവരാണ് അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഏറ്റവും മുഖ്യമായ ഭാഗം അത് വഹിച്ചിരുന്നത്, അതിന്റെ കാര്യം നിർവഹിക്കുകയുണ്ടായത് മുനാഫിക്കുകളുടെ നേതാവായ അബ്ദുല്ലാഹിബിൻ ഉബയ്യ് എന്ന മദീനക്കാരനായിരുന്നു. ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന്റെ മുമ്പായി മദീനയിൽ രാജാവായി വാഴിക്കപ്പെടാനൊക്കെ ഇരുന്ന ആളാണ്. എന്തായാലും ഇയാളാണ് ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ അപവാദ പ്രചാരണത്തിന് വെള്ളവും വളവും ഒക്കെ ഇട്ട് അതിനെ വളർത്തി വലുതാക്കി ഊതി വീർപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതില് സത്യവിശ്വാസികളുടെ കൂട്ടത്തില് ചിലരും അറിഞ്ഞോ അറിയാതെയോ ഈ പ്രചാരണത്തിൽ പെട്ടുപോയിട്ടുണ്ട്. 3 പേരാണ് അങ്ങനെ പരാമർശിക്കപ്പെടുന്നത്. ഒന്ന് മിസ്തഹബിനു ഉസാസ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സഹാബി. രണ്ടാമത്തത് ഷായിറുർ റസൂൽ എന്ന പേരിൽ അറിയപ്പെടുന്ന, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. മൂന്നാമത്തത് ഹംന ബിൻത് ജഹ്ഷ്. ഹംന ബിൻത് ജഹ്ഷ് ഒരു സ്ത്രീയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ അഹ്സാബിന്റെ അവതരണത്തോടു കൂടി പത്നിയായി സ്വീകരിച്ച സൈനബ് ബിൻത് ജഹ്ഷിന്റെ സഹോദരിയാണ് ഹംന ബിൻത് ജഹ്ഷ്. ഇവര് ഹംന ബിൻത് ജഹ്ഷ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബവുമായി വളരെ അടുത്ത സമ്പർക്കം ഉണ്ടാവുന്നത് ഈ സൈനബ് ബിൻത് ജഹ്ഷ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായി മാറിയതിനു ശേഷമാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. യഥാർത്ഥത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹപത്നിയായി ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എത്തിയ സൈനബ് ബിൻത് ജഹ്ഷ്, ഇവര് 2 പേരും ആയിരുന്നു ഭാര്യമാരെന്നുള്ള നിലക്ക് ഒരു മത്സര്യം ഉണ്ടായിരുന്നത് എന്നാണ് ചരിത്ര സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. 2 പേരും യുവതികളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ പ്രിയപ്പെട്ടവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം യാത്ര ചെയ്യാനും അതുപോലെ സമയം ചെലവഴിക്കാനും മന്തി ഉറങ്ങാനും ഒക്കെ കൂടുതൽ താല്പര്യവും ആഗ്രഹവും ഒക്കെ ഉണ്ടായിരുന്നവര് ഇവരായിരുന്നു. അപ്പോ ഈ സൈനബ് ബിൻത് ജഹ്ഷിന്റെ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള സെയ്ദ് ബിനുൽ ഹാരിസയുടെ പത്നിയായിരുന്ന അബ്ദുല്ലാഹിബിൻ ജഹ്ഷിന്റെ സഹോദരിയായ ആളാണ് ഈ സൈനബ് ബിൻത് ജഹ്ഷ്. അപ്പൊ ഈ സൈനബ് ബിൻത് ജഹ്ഷിന്റെ ഒരു സഹോദരിയാണ് ഈ ഹംന ബിൻത് ജഹ്ഷ്. ഇവരും മുസ്ലിം സമൂഹത്തിൽ മദീനയിൽ അങ്ങനെ പെട്ടെന്ന് ഈ വ്യാപിച്ച ഈ വ്യഭിചാര ആരോപണ കഥ അത് പ്രചാരകരിൽ പെട്ടുപോയി എന്നതൊരു വസ്തുതയാണ്. ഇവരങ്ങനെ എന്തെങ്കിലും ദുരുദ്ദേശത്തോടു കൂടിയൊന്നും ഉള്ള ഒരു കാര്യം ചെയ്തതൊന്നുമല്ല. പക്ഷെ ഒരു സ്വാഭാവികമായ എന്ന് പറഞ്ഞ ഇസ്ലാമിക സമൂഹം അതിന്റെ തസ്കിയത്തിന്റെ പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന ഘട്ടത്തില് അവരിൽ അന്നും അവശേഷിച്ചിരുന്ന ചില സ്വഭാവപരമായ പ്രശ്നങ്ങൾ കാരണമായിട്ട് അവരതില് പെട്ടുപോയി. ഇന്റൻഷണൽ ആയിട്ടല്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിയായിട്ട് അറിയപ്പെട്ടിരുന്ന ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവും ഇതുപോലെ ഉദ്ദേശപൂർവം ഒരു തിന്മ പ്രചരിപ്പിച്ചതൊന്നുമല്ല. അദ്ദേഹം സംസാരത്തിനിടക്ക് അങ്ങനെ പറഞ്ഞു പോയി പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി പോയി എന്നേ ഉള്ളൂ. ഇന്റൻഷണൽ ആയിട്ട് ഈ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത് ഈ ആദ്യത്തെ 2 ആളുകളാണ്. അപ്പോ ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തല് ഈ 11 ആയത്തുകളിൽ വന്നതിനെ തുടർന്ന് ഈ 2 മുനാഫിക്കുകൾ ഒഴികെയുള്ള ബാക്കി 3 ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മേൽ ഖദഫിനുള്ള ശിക്ഷ നടപ്പിലാക്കിയിട്ടുണ്ടായി. 80 അടി ഈ 3 പേർക്കും ശിക്ഷയായിട്ട് നൽകുകയുണ്ടായി എന്നാണ്
ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് കനത്ത ആക്രമണം ഇസ്ലാമിക സമൂഹത്തെ ഏൽപ്പിക്കുക എന്നുള്ള നിലക്കാണ് മുനാഫിക്കുകൾ ഈ ദുരാരോപണം നടത്തി വിട്ടിരുന്നത് എങ്കിലും യഥാർത്ഥത്തിൽ അത് സത്യവിശ്വാസികളുടെ സമൂഹത്തെ കൂടുതൽ ഭദ്രമാക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം ഒക്കെ തന്നെ വളരെ സാംസ്കാരികമായി വളരെ കറകളഞ്ഞവരായി ഈ മാറുന്നതിന് കാരണമാകുന്ന വിധത്തിലുള്ള ഒരു ഇടപെടലും അതുപോലെ നടപടിയൊക്കെ ആയിട്ട് മാറുകയാണ് ഇത് ചെയ്യുന്നത്. മാത്രമല്ല ഈ ഇത്തരം സാമൂഹ്യമായ തിന്മകളെ പ്രതിരോധിക്കാൻ വേണ്ട നിയമനിർമ്മാണവും ഇതോടൊപ്പം നടക്കുന്നത് കൊണ്ട് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അന്ത്യനാൾ വരെ അവർക്ക് മാർഗദർശകമാവുന്ന ദൈവികമായ വെളിപ്പാടുകളായിട്ട് ഈ ആയത്തുകൾ പരിണമിക്കുന്നു എന്നത് കൂടി ഈ സംഭവങ്ങൾ ഉണ്ടായതിന്റെ ഒരു ഗുണമായിട്ട് സത്യവിശ്വാസികൾക്ക് നോക്കിക്കാണാൻ കഴിയും. അപ്പോ മുസ്ലിങ്ങളുടെ നന്മക്കാണ് യഥാർത്ഥത്തിൽ ഇത് കാരണമായത് എന്നാണ് ഇവിടെ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഇത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഈ കുടുംബങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒക്കെ വ്യക്തിപരമായി ഇവരൊക്കെ എത്ര ഔന്നത്യമുള്ളവരും വിശുദ്ധിയുള്ളവരുമാണ് എന്നത് കൂടുതൽ വെളിപ്പെടാൻ ഇവരുടെ പരിശുദ്ധത കൂടുതൽ എല്ലാവർക്കും മനസ്സിലാകാനൊക്കെ ഉപകരിക്കുന്ന ഒരു അവസരമായി മാറി അത് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യം. അപ്പോ സഹനത്തിന്റെ ഏറ്റവും പരമാവധിയാണ് ഇവരൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ആരോപണ വിധേയയായ ആയിഷ റളിയല്ലാഹു അൻഹ വളരെയേറെ സഹനം അവലംബിച്ചിട്ടുണ്ട്. മാതാപിതാക്കളോടും ഭർത്താവായ അള്ളാഹുവിന്റെ റസൂലിനോടും അതുപോലെ ബന്ധപ്പെട്ട ആളുകളോടൊക്കെ തന്നെയും വളരെ സഹനവും സൗമ്യതയും കാണിച്ചുകൊണ്ടാണ് അവര് പെരുമാറിയിട്ടുള്ളത് എന്നതാണ് വസ്തുത. അപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അകന്ന ബന്ധു ഈ പ്രചാരണത്തിൽ പെട്ടുപോയി എന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സംരക്ഷണത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് സാമ്പത്തികമായി എല്ലാ നിലക്കും പിന്തുണച്ചിരുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അങ്ങനെ ഒരാള് തന്റെ മകളുടെ പേരിലുള്ള ദുരാരോപണം പ്രചരിപ്പിച്ചു എന്ന് വന്നപ്പോ അത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തെ കുത്തി നോവിക്കുന്ന, മുറിവേൽപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ പോലും അദ്ദേഹത്തോട് ഉള്ള സാഹോദര്യ ബന്ധം മുറിച്ചു കളയാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നൽകിക്കൊണ്ടിരുന്ന സഹായം അവസാനിപ്പിക്കാനോ ഒന്നും അബൂബക്കർ റളിയല്ലാഹു അൻഹു മുതിർന്നില്ല എന്നതാണ് വസ്തുത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു പത്നിമാര് വളരെ മാന്യമായ നിലക്കാണ് ഈ വിഷയത്തെ സമീപിക്കുകയുണ്ടായത്. അവരാരും തന്നെ ഈ അവസരം മുതലെടുത്ത് സഹപത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറ്റപ്പെടുത്താനോ അവര് തെറ്റുകാരിയാണ് എന്ന് പറയാനോ പ്രചരിപ്പിക്കാനോ ആരും മുതിർന്നില്ല. അവർക്ക് ആർക്കും അങ്ങനെ ഒരു ദുരാരോപണം വന്നതിന്റെ പേരിൽ സന്തോഷം അനുഭവപ്പെട്ടിട്ടില്ല. അവരാരും തന്നെ ആ അവസരം ഏതെങ്കിലും നിലക്ക് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അത് ഗുണമാവട്ടെ എന്നൊന്നും കരുതിയിട്ടില്ല, അങ്ങനെ പെരുമാറിയിട്ടുമില്ല. സൈനബ് ബിന്ത് ജഹ്ഷിനോട് എന്ന് പറഞ്ഞാൽ ഹംന ബിന്ത് ജഹ്ഷിന്റെ സഹോദരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായ സൈനബ് ബിന്ത് ജഹ്ഷിനോട് ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോ അവര് നല്ലതല്ലാത്ത യാതൊന്നും എനിക്ക് ആയിഷയെ കുറിച്ച് അറിയില്ല എന്നാണ് പറയുകയുണ്ടായത്. അതും ഈ സഹപത്നി എന്നുള്ള നിലക്കുള്ള മത്സര്യവും കുശുമ്പും ഒക്കെ നിലനിൽക്കാൻ ഇടയുള്ള ഘട്ടത്തിൽ തന്നെയാണ് ഇവര് ആ നിലക്ക് അഭിപ്രായം പറഞ്ഞത് എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ആയിഷ റളിയല്ലാഹു അൻഹയോട് ഹസ്സാൻ ഇബ്നു സാബിത്തിനെ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചൊരു പരാമർശം നടത്തിയപ്പോ അവര് ഈ ദുഷ്പ്രചാരണത്തിൽ പങ്കാളിയായ കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോ ആയിഷ റളിയല്ലാഹു അൻഹു വളരെ ആദരവോടുകൂടിയാണ് ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിയാണ് അദ്ദേഹം. ശത്രുക്കളായ കവികൾക്ക് വായടപ്പൻ മറുപടി നൽകിക്കൊണ്ട് അള്ളാഹുവിന്റെ ദൂതനെയും അള്ളാഹുവിന്റെ ദീനിനെയും പ്രതിരോധിച്ച മഹാനാണ് അദ്ദേഹം എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ അതിനോട് പ്രതികരിച്ചുകൊണ്ട് പറയുകയുണ്ടായിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ തന്നെ കാണിക്കുന്നത് എത്രത്തോളം
സഹനവും എത്രത്തോളം ആത്മനിയന്ത്രണവും കാണിച്ചുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ പ്രതികരിക്കുകയുണ്ടായത് എന്നാണ്. അപ്പോ മറ്റൊരു സംഭവം ഈ വിഷയത്തില് അൻസാറുകളിൽപ്പെട്ട അബൂ അയ്യൂബുൽ അൻസാരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്. വളരെയേറെ വിശ്രുതനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം തന്റെ പത്നിയോട് എന്ന് പറഞ്ഞാൽ ഉമ്മു അയ്യൂബിനോട് സംസാരിക്കുന്നതിനിടയ്ക്ക് ഉമ്മു അയ്യൂബ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരിൽ ഉണ്ടായിട്ടുള്ള ഈ ആരോപണത്തെ കുറിച്ചുള്ള ഒരു പരാമർശം നടത്തിയപ്പോ അബൂ അയ്യൂബ് പറയുന്നത് ഇങ്ങനെയാണ്: ഇത് ആയിഷയുടെ സ്ഥാനത്ത് ഉമ്മു അയ്യൂബ് ആയിഷയുടെ സ്ഥാനത്ത് താങ്കളായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുമായിരുന്നോ എന്നാണ് ചോദ്യം. അപ്പോ ഉമ്മു അയ്യൂബ് പറയുന്ന ഒരിക്കലുമില്ല എന്നാണ്. എന്നാൽ ആയിഷ നിങ്ങളെക്കാൾ എത്രയോ ഉന്നതയായ സമുന്നതയായ ഉത്തമയായ സ്ത്രീയാണ് ഉമ്മഹാത്തുൽ മുഅ്മിനുകളിൽ ഒരാളായ ആയിഷ റളിയല്ലാഹു അൻഹ. അതുപോലെ സഫ്വാൻ ഇബ്നു മുഅത്തലിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇതുപോലെയുള്ള പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാര്യം ചെയ്യുമായിരുന്നോ എന്നാണ് ചോദ്യം. എന്നിട്ട് അദ്ദേഹം തന്നെ മറുപടി നൽകുന്ന അങ്ങനെ ഒരു കാര്യം ഞാൻ ചിന്തിക്കുക പോലും ചെയ്യുമായിരുന്നില്ല എന്നാണ്. എന്നാൽ എന്നേക്കാൾ എത്രയോ ഉത്തമനായ വ്യക്തിയാണ് സഫ്വാൻ ഇബ്നു മുഅത്തൽ എന്നാണ് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായത്. അപ്പോ മുസ്ലിങ്ങളുടെ സമൂഹത്തിലെ ഓരോ വ്യക്തിയും നിലനിർത്തി പോന്നിരുന്ന ധാർമ്മികമായ ഔന്നത്യവും മേന്മയും ഒക്കെ വെളിപ്പെടാൻ കൂടി ഈ അവസരം പ്രയോജനപ്പെട്ടു എന്നതാണ് വസ്തുത. അപ്പോ എല്ലാ നിലക്കും ഇസ്ലാമിക സമൂഹത്തിന്റെ ധാർമ്മിക സത്വവും സദാചാരവും അതുപോലെ നാഗരികവുമായ സംവിധാനങ്ങളെ കൂടുതൽ ഭദ്രമാക്കുന്നതിനാണ് ഈ ചരിത്ര സംഭവം പ്രയോജനകരമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുപകരിക്കുന്ന വിധത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളാണ് അള്ളാഹു ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിക സമൂഹത്തിന് നൽകുന്നത്. തിന്മ സമൂഹത്തിൽ നിന്ന് വിഭാടനം ചെയ്യാൻ വേണ്ട തിന്മ തടയാൻ ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും അങ്ങനെ ഇസ്ലാമിക സമൂഹത്തിന് ലഭിക്കുകയാണ്. അതുപോലെ മറ്റൊരു കാര്യം തെളിയിക്കപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലരും ആരോപിച്ചിരുന്ന പോലെ അല്ലെങ്കിൽ പിൽക്കാലത്ത് പലരും തെറ്റായി പ്രചരിപ്പിക്കുന്നത് പോലെ അദൃശ്യജ്ഞാനം ഉണ്ടായിരുന്ന ആളല്ല എന്നതാണ്. അദൃശ്യജ്ഞാനം ഉണ്ടായിരുന്ന ആളായിരുന്നെങ്കിൽ സ്വന്തം പത്നിയുടെ പേരിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഈ ആരോപണത്തിന്റെ നിജസ്ഥിതിയെങ്കിലും അദ്ദേഹത്തിന് അറിയാൻ കഴിയുമായിരുന്നു. പക്ഷെ ഒരു മാസം ഈ തീ തിന്നുന്ന അവസ്ഥയിൽ കഴിഞ്ഞിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വന്തം നിലയ്ക്ക് ഈ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റിയിട്ടില്ല. വളരെ അടുത്ത ആളുകളോട്, വേലക്കാരോട്, ആയിഷ റളിയല്ലാഹു അൻഹയോട് അടുപ്പമുള്ള സ്ത്രീകളോട്, അതുപോലെ സെയ്ദ് ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹുവിനോട്, ഉസാമത്ത് ഇബ്നു സെയ്ദിനോട്, അലി റളിയല്ലാഹു അൻഹുവിനോട് ഒക്കെ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഉന്നയിക്കപ്പെട്ട ആരോപണത്തിന്റെ പശ്ചാത്തലത്തില് കാര്യങ്ങൾ ചോദിച്ചറിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത്. അത്രയും ദയനീയമായ പരിതാപകരമായ ഒരു അവസ്ഥയിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഘട്ടത്തിൽ കടന്നു പോകുന്നത്. അദൃശ്യജ്ഞാനം ഉണ്ടായിരുന്ന ഒരാളായിരുന്നെങ്കിൽ ഒരിക്കലും തന്നെ അങ്ങനെ ഉണ്ടാവുമായിരുന്നില്ല എന്നതാണ് വസ്തുത. ഇത് സംബന്ധമായി ഉടനടി ഒരു വഹി നൽകപ്പെട്ടുകൊണ്ട് അതിലൂടെ വെളിപ്പെടുത്തൽ ഉണ്ടാവാതിരുന്നത് തന്നെ ഈ വക കാര്യങ്ങളെ കൂടി സമൂഹത്തിൽ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഒക്കെയാണ് എന്ന് നമുക്ക് വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ആരോപണത്തിന്റെ യഥാർത്ഥ ഉപജ്ഞാതാവ് അബ്ദുല്ലാഹിബ്നു ഉബയ്യ് എന്ന മുനാഫിക്കുകളുടെ നേതാവാണ് എന്നത് സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ ചില ഘട്ടങ്ങളിൽ ഇസ്ലാമിക ചരിത്ര സ്രോതസ്സുകളിൽ ഇത് ചിലർ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇതിന്റെ മുഖ്യ പങ്ക് വഹിച്ച ആള് ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിയാണ് എന്ന് ചിലർ തെറ്റായി പറയുന്നുണ്ട്. അതുപോലെ അലി റളിയല്ലാഹു അൻഹു ആണ് ഇതിന്റെ ഉപജ്ഞാതാവ് എന്ന വിധത്തിലുള്ള പരാമർശം ചിലർ നടത്തുന്നുണ്ട്. ഇതൊക്കെ തീർത്തും അടിസ്ഥാനരഹിതമായ അജ്ഞതയുടെ കാരണത്താൽ വന്നിട്ടുള്ള ചില തെറ്റിദ്ധാരണകൾ മാത്രമാണ് എന്നതാണ് വസ്തുത. അലി റളിയല്ലാഹു അൻഹു ഒരിക്കലും തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഒരു അപവാദവും പറഞ്ഞിട്ടില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റത്തെ മനപ്രയാസം അനുഭവിച്ചുകൊണ്ടിരുന്ന ഘട്ടത്തില് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്ന വിധത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചു എന്നത് മാത്രമാണ് അലി റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുള്ളത്. താങ്കൾക്ക് താങ്കളുടെ മേൽ ഇതൊരു ഞെരുക്കവും ഉണ്ടാക്കേണ്ടതില്ല. സ്ത്രീകള് മദീനയിൽ ധാരാളം ഉണ്ടല്ലോ. അങ്ങേക്ക് വേണമെങ്കിൽ ആയിഷയെ വിവാഹമോചനം ചെയ്ത് വേറെ ഏതെങ്കിലും സ്ത്രീകളെ കല്യാണം കഴിക്കാമല്ലോ എന്ന് നിർദ്ദേശിക്കുക അല്ലെങ്കിൽ എന്നൊരു അഭിപ്രായം പറയുക മാത്രമാണ് അലി റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുള്ളത്. ആരോപണം ശരിവെക്കുകയുണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുക മാത്രമാണ് ചെയ്തത് എന്നതാണ് വസ്തുത. ഇത് ഒരു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വളരെ അദ്ദേഹത്തിന്റെ വിഷമവും പ്രയാസവും ഒക്കെ ഏറ്റവും തീക്ഷ്ണമായിട്ട് അദ്ദേഹം അനുഭവിക്കുന്നത് കാണാനും അറിയാനും ഏറ്റവും കൂടുതൽ സാഹചര്യം ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്കായിരിക്കണം അലി റളിയല്ലാഹു അൻഹു ഈ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവുക. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചരിത്രപരമായി അലി റളിയല്ലാഹു അൻഹുവിന്റെ ഈ പ്രതികരണം അത് ആയിഷ റളിയല്ലാഹു അൻഹ അറിയാനിടയായത് അത് അവരെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നും അത് പിൽക്കാലത്ത് വർഷങ്ങൾക്ക് ശേഷവും ആ ഒരു വേദന അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു എന്നതൊക്കെയാണ്. അങ്ങനെയുള്ള ചില സൂചനകള് ചില ചരിത്ര സംഭവങ്ങളുടെ പശ്ചാത്തലമോ കാരണമോ ഒക്കെ ആയിട്ട് വർത്തിച്ചിട്ടുണ്ടാകാം എന്ന് തോന്നുന്ന വിധത്തില് ഇത് ആഴത്തിലുള്ള വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ 11-ാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ. ഈ 11-ാമത്തെ ആയത്തിന്റെ ചർച്ച ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.